UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ രാവിലെ 10 മണിക്കാണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലായിരിക്കും സത്യപ്രതിജ്ഞ നടക്കുക. രാവിലെ 6 മണി മുതൽ തലസ്ഥാനത്ത് ഗതാഗത നിയന്ത്രണവും ഉണ്ടാകും. സത്യപ്രതിജ്ഞാ ചടങ്ങ് ഒരു ആഘോഷമാക്കി മാറ്റാൻ തന്നെയാണ് മുന്നണിയുടെ തീരുമാനം. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ പൂർത്തിയാകാൻ പോകുന്നത്. നാളെ രാവിലെ 10 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിക്കുക. ഈ കാണുന്ന വേദിയിലാണ് സത്യപ്രതിജ്ഞ നടക്കുന്നത്. ഇവിടെ ചീഫ് സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കും ഒപ്പം മന്ത്രിമാർക്ക് മാത്രമാണ് ഇവിടെ ഇരിപ്പിടം ഒരുക്കാൻ കഴിയൂ. ഇത് ലോക്ഭവനിൽ നിന്നുള്ള നിർദ്ദേശമാണ്. മറ്റ് VVIPകൾ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള VVIPകളുണ്ട്. ഒപ്പം മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുണ്ട്. അവർക്കൊക്കെ മുൻനിരയിൽ തന്നെ ഇരിപ്പിടം ഒരുക്കും. പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ഇരിപ്പിടമായിരിക്കും ഒരുക്കുക. അതിനു വേണ്ടിയിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. പ്രവേശനം എങ്ങനെയായിരിക്കും സാർ? പ്രവേശനം പബ്ലിക്ക് 3 എൻട്രീസ് ഉണ്ട്. റൈറ്റ് സൈഡിൽ ആ എൻട്രീസിലാണ് പബ്ലിക് പറയേണ്ടത്. VVIPs കുറച്ച് പാസ് 90% പബ്ലിക്കാണ് ഇതിനകത്തുള്ള ടോട്ടൽ കപ്പാസിറ്റിയിൽ. ബാക്കി 10% ഈ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിളിച്ചിട്ടുള്ള ഡിഗ്നിറ്ററീസ്, MLAs, MPs, അവരുടെ ഫാമിലി മെമ്പേഴ്സ്, ഡെസിഗ്നേറ്റഡ് മിനിസ്റ്റേഴ്സ്, അവരുടെ ഫാമിലി മെമ്പേഴ്സ്, സീനിയർ ഒഫീഷ്യൽസ് ഓഫ് ദ ഗവൺമെൻറ്, കേരള ഗവൺമെൻറ്, പിന്നെ പ്രമുഖരായിട്ട് നമ്മുടെ കേരള സംസ്ഥാനത്തിലെ പ്രമുഖ വ്യക്തികളെ വിളിച്ചിരിക്കുകയാണ്. അവർക്ക് ഈ നമ്മളുടെ കണ്ടോൺമെൻറ്റ് ഗേറ്റ് വഴിയായിട്ടുള്ള എൻട്രിയാണ്. പബ്ലിക്കിനൊക്കെ പാർക്കിംഗ് ഇവിടെ ഇല്ല. പബ്ലിക്ക് പല ഭാഗങ്ങളിലും നമ്മൾ ഓൾറെഡി പ്രസ് റിലീസ് കൊടുത്തിട്ടുണ്ട്. പല ജില്ലകളിൽ നിന്ന് വരുന്നവർ എവിടെയാണ് ഇറങ്ങിയിട്ട് എവിടെയാണ് വണ്ടിയെ കൊണ്ടുപോയി പാർക്ക് ചെയ്യേണ്ടത്, ഏത് വഴിയിലാണ് വരേണ്ടത് നമ്മൾ കൃത്യമായിട്ട് ഓൾറെഡി ഇൻഫോം ചെയ്തിട്ടുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ 1 ലക്ഷം പേർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് സെൻട്രൽ സ്റ്റേഡിയത്ത് ഒരുക്കിയിരിക്കുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ പൊതുജനങ്ങൾക്ക് വരുന്നതിനുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം. ആദ്യം പാസ്സുള്ളവർക്കുള്ള പ്രവേശനം അത് ആദ്യം നടക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും പൊതുജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടാവുക. സെൻട്രൽ സ്റ്റേഡിയത്തിൻ്റെ വലത് ഭാഗത്ത്, അതായത് സ്റ്റേജിൻ്റെ വലത് ഭാഗത്തായി 3 ഗേറ്റുകളുണ്ട്. അതുവഴിയായിരിക്കും പൊതുജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടാവുക. ഈ പ്രധാനപ്പെട്ട സ്റ്റേജിന് തൊട്ടടുത്തായി മഴയാണ്, അതുകൊണ്ട് തന്നെ മറ്റൊരു പന്തൽ കൂടി ഇട്ടിട്ടുണ്ട്. അത് പബ്ലിക്കിനൊരു സൗകര്യമായിരിക്കും. മാത്രമല്ല സെൻട്രൽ സ്റ്റേഡിയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് മുഴുവൻ ഈ കാണികൾക്കിരുന്ന് കാണാൻ കഴിയുന്ന പടിക്കെട്ടുകളും മറ്റുമൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പന്തലിട്ടിട്ടുണ്ട്. ആ പന്തലിൽ കാണികൾക്ക് ഇരുന്ന് സത്യപ്രതിജ്ഞ കാണാൻ കഴിയുന്ന രീതിയിൽ, പ്രവർത്തകർക്കും ജനങ്ങൾക്കും ഒക്കെ ഇരുന്ന് കാണാൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും എല്ലാം ഇത് അവസാന നിമിഷം പൂർത്തിയാക്കാൻ പോവുകയാണ്. വിപുലമായ രീതിയിൽ പകിട്ടോടുകൂടി സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തുക എന്നുള്ളതാണ് മുന്നണി ലക്ഷ്യമിടുന്നത്. രതീഷ് വെൺപകലിനൊപ്പം TS ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.